SSC CPO 2025 നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 3073 വേക്കൻസിയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കായിട്ട്, അതായത് ഡൽഹി പോലീസിലേക്ക്, അതുപോലെ തന്നെ CAPF സെൻട്രൽ ആർമഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഈ രണ്ട് കാറ്റഗറിയിൽ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികയിലേക്കാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. 26 സെപ്റ്റംബർ മുതൽ 16 ഒക്ടോബർ വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി വരുന്നത്. അതായത് ഒക്ടോബർ 16 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി അവസാനിക്കും. അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ എന്നുള്ളത് 24 മുതൽ 26 ഒക്ടോബർ വരെ ഇതിൻ്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് മിസ്സായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം പൂരിപ്പിക്കാൻ വിട്ടുപോയി, ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു 2 ദിവസത്തെ 24 മുതൽ 26 തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്ഷൻ ചെയ്യാൻ, അതായത് അപ്ലിക്കേഷനിൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 3 വയസ്സിൻ്റെ ഇളവ് OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും 5 വയസ്സിൻ്റെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാം. കാരണം ഡൽഹി പോലീസിലും അതുപോലെ തന്നെ സെൻട്രൽ ആർമഡ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും CFFിലേക്കും SI പോസ്റ്റിലേക്കാണ് ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സാലറി സ്കെയിൽ വരുന്നത് ലെവൽ 6 സ്റ്റേജിലാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. 34,000 തൊട്ട് 1,12,000 വരെ സാലറി ലഭിക്കാവുന്ന നല്ലൊരു ജോലിയാണ് ഈ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പുറമേ ആയിട്ടാണ് നമ്മുടെ ബേസിക് പേ, അതിൻ്റെ കൂടെ തന്നെ DA, TA, HRA തുടങ്ങിയ എല്ലാ അലവൻസും, അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ജോലി യൂണിഫോം സേനയിലേക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നതാണ് നവംബർ ഡിസംബർ മാസമായിരിക്കും ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇനി അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു 2 മാസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ഒരു 2 മാസത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഈ 2 മാസം എന്നുള്ളത് വളരെ ചെറിയൊരു ഡ്യൂറേഷനാണ് എങ്കിൽ പോലും ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം അറ്റ്ലീസ്റ്റ് ഒരു 19 മണിക്കൂർ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5 സ്റ്റേജുകളായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും, രണ്ടാമത് ഫിസിക്കൽ ടെസ്റ്റ്, മൂന്നാമത്, അതായത് ആദ്യത്തേത് എന്നുള്ളത് പ്രിലിം ആയിരിക്കും, രണ്ടാമത് മൂന്നാമത്തേത്, അതായത് ആദ്യം പ്രിലിം, രണ്ടാമത് ഫിസിക്കൽ, മൂന്നാമത് മെയിൻ എക്സാം, നാലാമത് മെഡിക്കൽ, അഞ്ചാമത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഈ 5 പ്രൊസീജിയറുകളായിട്ടാണ് ഡൽഹി പോലീസ് അതുപോലെ തന്നെ CAPFിലുള്ള സബ് ഇൻസ്പെക്ടർ പോലീസിലേക്കുള്ള SSC CPO തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. ജനറൽ അതുപോലെ തന്നെ OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതുപോലെ തന്നെ SC/ST, ESM, എക്സർവീസ്മാൻ, അതുപോലെ വുമൺസ്, ഈ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല. അടുത്ത സ്റ്റേജാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാമിൻ. റിട്ടേൺ എക്സാമിനേഷനകത്ത് 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ GK, റീസണിങ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് 50 മാർക്ക്, അതായത് 4 സബ്ജക്റ്റിലും 50 മാർക്കിൻ്റെ ഈച്ച് പെർ സബ്ജക്റ്റാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 200 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 200-നകത്ത് ഒരു 130, 140 റേഞ്ചിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫിനകത്ത് വരുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആവുന്നതാണ്. റിട്ടേൺ എക്സാമിനേഷൻ ടൈം എന്നുള്ളത് 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ പ്രിലിമിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷനകത്തും നിങ്ങൾക്ക് 2.5 മണിക്കൂർ ലഭിക്കുന്നതാണ്. അതും 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് പേപ്പർ 2-നകത്ത് നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ കോംപ്രിഹെൻഷനിലെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. 200 മാർക്ക്, സെയിം 2.5 മണിക്കൂറിൻ്റെ എക്സാം. ആദ്യം പ്രിലിം കഴിഞ്ഞു, രണ്ടാമത് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ആദ്യമായിട്ട് വരുന്നതാണ് 1600 മീറ്റർ റണ്ണിങ് ആണ്. ഇതിന് ലഭിക്കുന്ന സമയം എന്നുള്ളത് 6.5 മിനിറ്റ്. 6.5 മിനിറ്റിനകത്ത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ് നമ്മൾ ഓടേണ്ടത്. ഇത് എക്സലൻറ്റ്, ഗുഡ്, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ടറി എന്നുള്ള കോളം ഉണ്ടാകുന്നല്ല. ഈ 1600 മീറ്റർ റണ്ണിങ് 6.5 മിനിറ്റിനകത്ത് ക്രോസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അടുത്തതിലേക്ക് ക്വാളിഫൈ ആവുന്നതാണ്. അടുത്ത സ്റ്റേജാണ് 100 മീറ്റർ സ്പ്രിൻറ്റ്. ഇതിന് ലഭിക്കുന്നതാണ് 16 സെക്കൻഡ്. 16 സെക്കൻഡിനകത്ത് നിങ്ങൾ
100 മീറ്റർ സ്പ്രിൻറ്റ് നമ്മളിപ്പോൾ കേരള പോലീസിൻ്റെ നോക്കുകയാണെങ്കിൽ 14 സെക്കൻഡാണ് ലഭിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിലേക്കാണെങ്കിൽ അല്ല CAPF ആണെങ്കിൽ 16 സെക്കൻഡ് ലഭിക്കുന്നതാണ്. അതും 100 മീറ്റർ ഒരു നോർമൽ ഓടുകയാണെങ്കിൽ പോലും 16 സെക്കൻഡിനകത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തേർഡ് ഇവൻ്റ് ആണ് വരുന്നത് ഹൈ ജമ്പ്. 1.2 മീറ്റർ ഹൈറ്റാണ് ഇതിൻ്റെ ഹൈ ജമ്പിന് നമ്മൾ ചാടിക്കടക്കേണ്ടത്. ഇതിൽ 3 ചാൻസ് ലഭിക്കുന്നതാണ്. ഹൈ ജമ്പിൻ്റെ 1.2 മീറ്റർ നിങ്ങൾ ചാടിക്കടക്കാൻ 3 ചാൻസ് ലഭിക്കും. എങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇത് നോർമലാണ്. 1.2 എന്നുള്ളത് നമ്മൾ കേരള പോലീസിന് നോക്കുകയാണെങ്കിൽ ഗേൾസിൻ്റെ ഒരു ഹൈറ്റ് ആണ് ഇവിടെ വരുന്നത്. നല്ലൊരു ചാൻസ് തന്നെയാണ്, നോർമലാണ് ഈ ഒരു ഹൈ ജമ്പിൻ്റെ ഹൈറ്റ് എന്നുള്ളത്. അടുത്തതാണ് ലോങ് ജമ്പ്. ലോങ് ജമ്പിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 3.65 മീറ്റർ ആണ്. അതും നിങ്ങൾ കേരള പോലീസിൻ്റെ ഗേൾസിനെ നോക്കുകയാണെങ്കിൽ അവർക്കും 3.10 മീറ്റർ ആണ് ഗേൾസിന് ചാടിക്കിടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ CPOയിലേക്ക് ബോയ്സിന് ചാടിക്കിടക്കേണ്ട ഒരു ദൂരം വരുന്നത്. അതായത് 3.65 എന്നുള്ളത് നോർമലായിട്ട് ചാടുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അടുത്താണ് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ട് എറിയേണ്ട ദൂരം എന്നുള്ളത് 4.5 മീറ്റർ ആണ്. ഇതും നോർമലായിട്ടുള്ള ഒരു ഫിസിക്കൽ തന്നെയാണ്. മെയിൻ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഫിസിക്കലിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത് 1600 മീറ്ററിനും അതുപോലെ തന്നെ 100 മീറ്ററിനാണ് നല്ലത്. ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടൈം ലഭിക്കുന്നതാണ്. ഏകദേശം 5-6 മാസം ലഭിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്കലിന് വരാനുള്ളത്. അപ്പോൾ ഈ ഒരു 6 മാസം എന്നുള്ളത്, അതായത് ഇന്ന് തൊട്ട് 6 മാസം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു 6 മാസത്തിനകത്ത് നിങ്ങൾ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ എന്നുള്ളത് വളരെ നോർമലായിട്ട് തന്നെ ക്രോസ് ചെയ്യാൻ സാധിക്കും. അടുത്താണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ ടെസ്റ്റ്. അവർക്ക് 100 മീറ്റർ സ്പ്രിൻ്റ് ആണ് ആദ്യം വരുന്നത്. ഇതിനകത്ത് 18 സെക്കൻഡാണ് ലഭിക്കുന്നത്. നല്ലൊരു ടൈമിംഗ് തന്നെയാണ് 18 സെക്കൻഡ് എന്നുള്ളത്. ഒരു എഫേർട്ട്, നോർമൽ എഫേർട്ട് എടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി 18 സെക്കൻഡ് എന്നുള്ളത് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അടുത്തതാണ് 800 മീറ്റർ റണ്ണിങ്. 800 മീറ്റർ റണ്ണിങ്ങിന് 4 മിനിറ്റാണ് ലഭിക്കുന്നത്. ഈ 4 മിനിറ്റിനകത്ത് നല്ലൊരു എഫേർട്ട് എടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതായത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. മൂന്നാമത്തെ ഇവൻ്റാണ് ഹൈ ജമ്പ്. ഹൈ ജമ്പ് എന്നുള്ളത് 0.9, അതായത് ഏകദേശം 1 മീറ്ററിന് താഴെയായിട്ടാണ് 90 സെൻറ്റിമീറ്ററാണ് നിങ്ങൾ ഹൈറ്റ് ചാടിക്കടക്കേണ്ടത്. ഇതും നോർമലായിട്ടൊരു ജമ്പ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം അത് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. വലിയൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. നാലാമത്തെ ഇവൻ്റാണ് ലോ ജമ്പ്. ലോ ജമ്പിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് 2.7 മീറ്റർ ആണ്. അതും വലിയൊരു ദൂരമല്ല. ഏകദേശം ഒരു സ്പീഡിൽ ഓടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതും ചാടിക്കടക്കാൻ എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 ഇവൻ്റാണ് പെൺകുട്ടികൾക്ക് വരുന്നത്. ബോയ്സിനാണെങ്കിൽ 5 ഇവൻ്റ് ഷോർട്ട് പുട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ഗേൾസിനാണെങ്കിൽ ഷോർട്ട് പുട്ട് ഇതിനകത്ത് ഇല്ല. ഇതാണ് ഈ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് CPO CAPFിലേക്ക് വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. ആദ്യത്തെ പ്രൊസീജിയർ എന്നുള്ളത് റിട്ടേൺ എക്സാമിനേഷൻ പ്രിലിം 200 മാർക്കിൻ്റെത്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, GK, അതുപോലെ തന്നെ റീസണിങ്. സെക്കൻഡ് സ്റ്റേജ് ഫിസിക്കലിൻ്റെ ഇപ്പം പറഞ്ഞു എന്തൊക്കെയാണ് ഇവൻ്റ് എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നതാണ് റിട്ടേൺ എക്സാം, മെയിൻ എക്സാം വരുന്നത്. അതും 200 മാർക്കിൻ്റെ തന്നെയായിരുന്നു. അതും പറഞ്ഞ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ്റെ 200 മാർക്കിൻ്റെതാണ് വരുന്നത്. നാലാമത്തെ സ്റ്റേജാണ് മെഡിക്കൽ. മെഡിക്കൽ എന്നുള്ളത് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മെഡിക്കൽ തന്നെയായിരിക്കും. അതായത് CAPFിൻ്റെ പ്രൊസീജിയറിൽ റൂൾസിൽ പറഞ്ഞ പ്രകാരമുള്ള, അതായത് ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്, ഫിസിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ മെഡിക്കലിനകത്ത് എന്നുള്ളത് നിങ്ങൾക്ക് ജന്മന എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇത്രയും എഫേർട്ട് എടുത്തതിന് ശേഷം മെഡിക്കൽ അൺഫിറ്റ് ആവുക എന്നുള്ള വലിയ വിഷമം പിടിച്ച ഒരു കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള ഉദ്യോഗാർത്ഥി, അതുപോലെ തന്നെ കാഴ്ചശക്തി, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റിൽ അപാകത ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇപ്പോഴേ തന്നെ അതിൻ്റെ നിങ്ങൾ ടെസ്റ്റ് നടത്തിക്കൊണ്ട്, അതായത് ENT ഡോക്ടറെ കാണുക, അതുപോലെ തന്നെ നിങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെ. കാരണം നമുക്കിത് മാറ്റാൻ പറ്റുന്നുള്ള ഒരു ഡിഫക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ഇതിൻ്റെ സ്റ്റേജാണ്, ഫൈനൽ സ്റ്റേജാണ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷനകത്ത് നിങ്ങളുടെ ഫൈനൽ, അതായത് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, +2, 10th, ആധാർ കാർഡ്, ഫോട്ടോ, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇത്തരം ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഡൽഹി പോലീസ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന CAPF CPO തസ്തികയിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഈ ഒരു 5 സ്റ്റേജുകളിലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് സഹിതമാണ് നിങ്ങൾ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. കാരണം കറക്ഷൻ വിൻഡോ ലഭിക്കുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്.
അതുപോലെ തന്നെ ഇതുവരെ ആരും ഫസ്റ്റ് ടൈം ആണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ആദ്യം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ സൈറ്റിനകത്ത് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം. ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. കാരണം പല ഉദ്യോഗാർത്ഥികളും രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അക്ഷയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ അവരുടെ രജിസ്റ്റേർഡ് ആയി എന്നുള്ള വാക്കിന്റെ മേലെ അപ്ലിക്കേഷൻ കൊടുക്കാതെ പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ID പാസ്വേഡ് വളരെ നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് സ്പെഷ്യലായിട്ട് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഈ ഒരു ഗ്രാജുവേഷൻ ലെവൽ ഉള്ള ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരെ കൊണ്ടും അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. താങ്ക് യു.